ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം ഞങ്ങൾക്ക് വചനം തന്ന്, കൃപ തന്ന്, അനുഗ്രഹം തന്ന് ഇത്രത്തോളം നമ്മെ പരിപാലിച്ച ദൈവത്തെ ഈ വർഷാവസാന ദിവസങ്ങളിൽ കൂടെ കൂടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ആത്മീയരുടെ കടപ്പാടാണല്ലോ. ഇന്നും ദൈവത്തെ ആ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മനസ്സ് തളർന്ന വേളയിലൊക്കെ വചനം തന്ന് നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് ദൈവം. അതിനെല്ലാം നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെന്നെ വിനീതമായ സ്നേഹവന്ദനം. കർത്താവിനെ ഹൃദയം തുറന്ന് ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പുകഴ്ത്തുന്നു. ദൈവം നമ്മെ വീണ്ടും കർത്തൃകരങ്ങളിൽ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ വായിച്ച് ധ്യാനിക്കാൻ ഉതകുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന 365 ദിവസത്തേക്കുള്ള ധ്യാനഗ്രന്ഥം പ്രഭാതകാലത്തെ അപ്പം എന്ന പേരിൽ വളരെ സുന്ദരമായി മനോഹരമായി പ്രിൻ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ ദയവായി ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ഫ്ലയറിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ്സും ഒപ്പം അതിനോട് വേണ്ട കോൺട്രിബ്യൂഷനൊക്കെ നിങ്ങൾ തന്ന് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചും പ്രാപിച്ചും പഠിച്ചും ക്രിസ്തുവിൽ ധന്യരാകണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഈ വർഷാരംഭ ദിവസങ്ങളിൽ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായി ഒരു സുവിശേഷത്തിൻ്റെ പങ്കാളിത്തത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സുഹൃത്തിന്, നിങ്ങളുടെ ഒരു സ്നേഹിതന്, നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്, ഒരു കുടുംബാംഗത്തിന് 1, 2, 3, 4 പേർക്ക് പുസ്തകം വാങ്ങിച്ച് സമ്മാനിക്കുന്നത് സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം കൂടിയാണെന്നുള്ള ചിന്തയോടെ നിങ്ങളതുകൂടി പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അവരുടെ അഡ്രസ്സുകൾ നിങ്ങൾ അയച്ചു തരികയും അതിന് വേണ്ട പോസ്റ്റേജും കാര്യങ്ങളൊക്കെ കൈത്താങ്ങലായി തരികയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ കാര്യം ചെയ്യാമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളതിൽ ശ്രദ്ധാലുക്കളും പങ്കാളികളുമാകണമെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാപ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഭാഗമാണ് ദാനിയേൽ പ്രവചനത്തിലെ ഈ വാക്യം. 70 ആഴ്ചവട്ടം വളരെ വ്യക്തമായ കണക്കുകൾ അന്തർലീനമാക്കിക്കൊണ്ട് കാലചക്രത്തെ നന്നായി ഉള്ളടക്കം ചെയ്തുകൊണ്ട് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൗഢമായിരിക്കുന്ന ഒരു വസ്തുതയാണ് 70 ആഴ്ചവട്ടം എന്നുള്ളത്. പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിച്ചാൽ അതിൻ്റെയൊക്കെ ഉള്ളടക്കം മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ ആ വലിയ പ്ലാനും പദ്ധതിയും നമുക്ക് തിരിച്ചറിയുകയും അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപകരിക്കുകയും ചെയ്യും. ദാനിയേൽ ബാബിലോണിലായിരിക്കുന്ന സമയത്താണ് ഈ വസ്തുത താൻ അറിയുന്നത്. അത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് അത് 70 ആഴ്ചവട്ടമോ അത് മനസ്സിലാക്കിയതൊന്നുമല്ല കാര്യം. ദാനിയേൽ ഈ വിഷയം പ്രാർത്ഥിക്കാൻ എടുക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ രട്ടുടുത്ത് വെണ്ണീരിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു എന്നാണ് 3-ാം വാക്യം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി താൻ ഒരുമ്പെടുന്നത് 2-ാം വാക്യം തീരുന്നിടത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 ആഴ്ചവട്ടം കൊണ്ട് തീരുമെന്ന് അറിഞ്ഞു എന്നല്ല, തോന്നുന്നു എന്നല്ല, ആരാണ്ടും പറഞ്ഞു എന്നല്ല, താൻ ഗ്രഹിച്ചു. ഞാൻ 70 ആഴ്ചവട്ടവും ഈ പശ്ചാത്തലം വിടട്ടെ, എന്നിട്ട് പറയാൻ പോകുന്ന കാര്യം പറയട്ടെ. ഒരു വിഷയത്തെക്കുറിച്ച് ഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് അതൊരു വലിയ ശക്തിയായിരിക്കും, വലിയ പ്രയോജനമായിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും
വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടൊന്നുമുള്ള പ്രാർത്ഥന ആണെന്ന് തോന്നുന്നില്ല പലതും. എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ നമ്മുടെ തോന്നലാണ്. നമുക്കേതാണ്ട് സംഭവിക്കാൻ പോവുകയാണോ, നമുക്കെതിരെ ആരോ എന്തൊക്കെയോ ചരടുവലികൾ നടത്തുന്നുണ്ടോ, നമ്മളെ ആരോട് ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തോന്നലാണ്. ഒരുറപ്പുമില്ല, യാതൊരു തെളിവുമില്ല. ആ കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ യാതൊരുവിധ ഐഡിയയില്ല. പക്ഷെ നമുക്ക് തോന്നുവാണ്. ആ തോന്നലിൻ്റെ പുറത്ത് തച്ചിനിരുന്ന് അങ്ങ് ഉപവസിക്കുക. ദോഷമൊന്നുമില്ല പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ. പക്ഷെ ഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് അത് ഭയങ്കര ശക്തിയാണ് ദൈവമക്കളെ. തോന്നലുകൾ ഉള്ളിൽ ഭയം ഉണ്ടാക്കും, നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, നമുക്ക് നമ്മുടെ ആത്മീയത്തെ ബാധിക്കും. തോന്നലുകൾ നമുക്ക് തോന്നുക എന്നെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ എന്നോടെന്തോ വൈരാഗ്യമാണ്, എനിക്കെതിരെയാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥനാവും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ആ തോന്നലുകളെല്ലാം ശരിയാകണമെന്നില്ല. ഇത് തന്നെ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്ന് പരിശോധിക്കാമോ? ചുമ്മാ തോന്നലുകൾ, അതിൻ്റെ പുറത്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മറ്റൊന്നാണ്, പല കാര്യങ്ങളും അറിവ് ശരിയാണ്, അറിവ് നല്ലതാണ്, അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനും അപ്പുറമാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഗ്രഹിക്കുക എന്ന് പറയുന്നത് ആ വസ്തുതയെക്കുറിച്ച് കൃത്യമായ ഒരറിവ്, അതിൻ്റെ തെളിവുകളടക്കം. ഇപ്പം ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന് തെളിവ് കിട്ടി. ആരാണ്ടും പറഞ്ഞല്ല, ദാനിയേൽ ഇങ്ങനെ വാടിയിരിക്കാറാ, നിനക്കൊരു നല്ല കാലം വരൂടാ, ഈ അടിമത്തമൊക്കെ തീരും, എന്നെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റും, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് ഒരാശ്വസിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ 3 ദിവസം അങ്ങ് യോഗം വെച്ചേക്കാം, ആരെങ്കിലും നല്ല ഉപദേശിമാരുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ വിളിച്ചേക്കാം, ഞാൻ കളിയാക്കുമല്ല കേട്ടോ. അങ്ങനെ വെച്ചൊരു പ്രാർത്ഥന അല്ലെന്ന് പറയാനാണ് ഞാൻ ഈ വെമ്പൽ കൊണ്ടുവന്നത്. നമുക്കെങ്ങനെയെങ്കിലും അടുത്ത ആണ്ടുകളെ ധന്യമാക്കണം. ചില കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കണം, ആ വസ്തുതയെക്കുറിച്ച് ശരിക്കും ബോധ്യപ്പെടണം. ഗ്രഹിച്ച കാര്യങ്ങളെ നമ്മൾ ലാഘവത്തോടെ എടുക്കുകയും ചെയ്യരുത്. നമ്മുടെ ഒരു കുഞ്ഞ് പ്രശ്നത്തിലാണ്, അവനിച്ചിരി അലമ്പാണ്, കൂട്ടുകെട്ട് ശരിയല്ല, അതിന് ദൈവത്തോടൊന്നും വലിയ സംഭവമില്ല എന്ന് നമുക്ക് നന്നായിട്ട് ഗ്രഹിക്കാൻ തുടങ്ങി. നമ്മൾ പല കാര്യങ്ങൾ കണ്ടു, മനസ്സിലാക്കി. അമ്മയല്ലേ, അല്ല അപ്പനല്ലേ, നമ്മൾ ഗ്രഹിച്ചു ഈ പോക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് ഗ്രഹിച്ചിട്ട് നമ്മൾ പിന്നെ എന്നെങ്കിലും ആട്ടോ വരുന്നോടത്ത് വെച്ച് കാണാം, ആർക്കുണ്ട് ഇതൊക്കെ നേരം എന്നും പറഞ്ഞ് തള്ളരുത്. വീട്ടിലെ കാര്യമാണെങ്കിലും വ്യക്തിപരമായ കാര്യമാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൻ്റെ വിഷയമാണെങ്കിലും ചില വസ്തുതകൾ വളരെ വ്യക്തമായി ഗ്രഹിച്ചാൽ ഉത്തരവാദിത്വമുള്ളവൻ്റെ ഏറ്റവും വലിയ കടപ്പാട് ആ ഗ്രഹിച്ച കാര്യം വെച്ച് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക. ദാനിയേൽ അതല്ല ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ ഗ്രഹിക്കാം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചത്? അതെങ്ങനെ ഗ്രഹിക്കും പാസ്റ്റർ, എങ്ങനെ ഗ്രഹിക്കും? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മളെ കാര്യങ്ങൾ ബോധിപ്പിക്കും, ഗ്രഹിപ്പിക്കും. ദൈവം, പരിശുദ്ധാത്മാവ്, ദൈവസഭ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ മറച്ചു വയ്ക്കുകയില്ല, കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുകയില്ല. ചില ആൾക്കാരുടെ സ്വഭാവം കണ്ടിട്ടില്ലേ, ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുകയല്ല, അത് അനുഭവിക്കുമ്പോൾ അറിയാം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുകയല്ല, അത് അനുഭവിച്ചു അന്നേരം അറിയാം. അങ്ങനെ പറയുന്നത് നമ്മുടെ മനസ്സിൽ തീ വാരിയിടുമല്ലേ. നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ, സ്നേഹിതനാണെങ്കിൽ, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ, നമ്മുടെ സഭയുടെ ഒരു അംഗമാണെങ്കിൽ, നമ്മുടെ നന്മ പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കാര്യം തോന്നലല്ല, കേട്ടുകേൾവിയല്ല, യാഥാർത്ഥ്യമായൊരു വസ്തുതയാണെങ്കിൽ ആ കാര്യം ആ ഉത്തരവാദിത്തപ്പെട്ടവരെ ഗ്രഹിപ്പിക്കണ്ടേ?
യോസേപ്പ് ദൈവാത്മാവുള്ള മനുഷ്യനായിരുന്നു. യോസേപ്പ് തൻ്റെ സഹോദരന്മാരുടെ കയ്യിലിരിപ്പ് അവർ ശരിയല്ല. അവർ പല കാര്യങ്ങൾ കുടുംബത്തിന് ചേരാത്തത് ചെയ്യുന്നുണ്ട്. ഈ ആടിനെ തീറ്റാൻ പോകുന്ന വഴിക്ക് ഇത് യോസേപ്പ് അറിഞ്ഞിട്ട് അപ്പൻ്റെ അടുക്ക വന്നിട്ട് അപ്പൻ അനുഭവിച്ചോളും, അപ്പൻ്റെ മക്കളൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഇപ്പോൾ വെളിപ്പെടുകയല്ല, പിന്നെ വെളിപ്പെടും, അനുഭവിച്ചോളും എന്ന് യോസേപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ യാക്കോബ് ഹൃദയത്തിന് എൻ്റെ ദൈവമേ എന്നാ വരാൻ പോകുന്നത് എൻ്റെ കർത്താവേ എന്നും പറഞ്ഞ് നിങ്ങളൊരപ്പനല്ലേ. പക്ഷെ യോസേപ്പ് എന്ത് ചെയ്തു? അപ്പനെ ഗ്രഹിപ്പിച്ച ആ കാര്യം, അപ്പാ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ദുഷ്പ്രവൃത്തികളാണ് എന്ന് ഗ്രഹിപ്പിക്കേണ്ടവരെ അറിഞ്ഞ ആളുകൾ ഗ്രഹിപ്പിച്ചു. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാം, ഗ്രഹിച്ച കാര്യങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്യണം കേട്ടോ. കറങ്ങി നടക്കരുത്. ചില കാര്യം ഗ്രഹിച്ചു, നമുക്കെടുത്താൽ പൊങ്ങാത്തൊരു വിഷയമാണിത്, നമുക്കിത് ചെയ്ത് തീർത്തേ പറ്റൂ, ഇനി എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്നവർ ഇല്ല എന്ന് നമ്മുടെ മനസ്സ് ഗ്രഹിച്ചാൽ പിന്നെ എന്താ വഴി? എന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മളും കൂടി അങ്ങ് തീർന്നേക്കാം എന്ന് വിചാരിക്കുകയല്ല. നിൻ്റെ അവസ്ഥയെക്കുറിച്ച്, നിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, നിൻ്റെ ഇപ്പോഴത്തെ കഷ്ടതയെക്കുറിച്ച് നിനക്കിനി ആരുമില്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നടപടി നീ ഗ്രഹിച്ച വിഷയങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ വയ്ക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ 9-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ പഠിക്കണേ. ഗ്രഹിച്ച വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ വിട്ടു, ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, ധൈര്യപ്പെടുത്തി, കാര്യഗതികളെക്കുറിച്ച് ദാനിയേലിന് ഉറപ്പ് കൊടുത്തു. ചുമ്മാ ഊഹാപോഹം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ആരും വേറെ പണിയൊന്നുമില്ല എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ആ മൂഡിലാകരുത്. ഗ്രഹിച്ച കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ. അത്ഭുതങ്ങൾ അടുത്ത ആണ്ടുകളിൽ ജീവിതത്തിൽ അനുഭവിക്കൂ. സ്വർഗത്തിൽ നിന്ന് ദൈവം ചിലരെ നമ്മുടെ അടുക്കൽ വിടട്ടെ. ഗ്രഹിച്ച കാര്യം പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങൾ അടുത്ത നാളുകളിലേക്ക് ഒരുങ്ങുകയാണപ്പാ. ഞങ്ങൾ ഗ്രഹിച്ച വിഷയങ്ങളെ ഞങ്ങൾ വീണ്ടും വണ്ണം പ്രാർത്ഥനാ മുറിയിൽ സ്വർഗത്തിലെ അപ്പനുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജയം നേടാൻ ഒരു സുന്ദരകാലം ഞങ്ങളുടെ മുമ്പിൽ ഒരുക്കി തരണേ. ഇത് കേൾക്കുന്നവർക്കിത് നന്നായി മനസ്സിലാകണേ. അവണ്ണം പ്രാർത്ഥിച്ച് ജയമെടുപ്പാൻ ഇടയാകണേ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.